എല്ലാവർക്കും നമസ്കാരം. 2025 ഫെബ്രുവരി മാസം 26 മഹാശിവരാത്രിയാണ്. ലോകം മുഴുവനും തന്നെ ശിവഭഗവാനോടുള്ള ഭക്തി മൂലം വ്രതവും പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടുന്ന സുദിനമാണ് മഹാശിവരാത്രി. ശിവരാത്രി വ്രതം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഏതു നേരവും ശിവധ്യാനത്തിലിരിക്കുന്ന ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം. കാരണം ശിവാനുഗ്രഹവും മോക്ഷവും ലഭിക്കുന്നതാണ് ശിവരാത്രി വ്രതവും പ്രാർത്ഥനയും. സത്യചിന്തയും സദാചാരാനുഷ്ഠാനവും കാരണം മനസ്സ് മാലിന്യവിമുക്തമാകുന്നു. സദ്വിചാരങ്ങളെയും അഹിംസയെയും ധാർമ്മിക മൂല്യങ്ങളെയും കുറിച്ചുള്ള ആത്മാവബോധം മനസ്സിൽ മുട്ടിടുന്നു. ആ ഗുണങ്ങൾ വ്രതാനുഷ്ഠാന ശേഷവും നമ്മളുടെ വ്യക്തിജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. സത്വഗുണപ്രധാനരായി ജീവിക്കാൻ ശിവരാത്രി വ്രതം നമുക്ക് പ്രേരണ നൽകുന്നു. ശിവരാത്രി വ്രതം കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ. സുലഭമാണെങ്കിൽ പോലും സ്വാദിഷ്ടവും വിശിഷ്ടവുമായ വിഭവങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള പ്രവണത മനസ്സിലുണ്ടാകുന്നു. ഇത് മനസ്സമാധാനത്തിന് വഴിതെളിക്കുന്നു. ദുശീലങ്ങളിൽ നിന്നും ഒരു ദിവസമെങ്കിലും അകന്നു നിൽക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് വിശ്രമം ലഭിക്കുന്നു. അതുകൊണ്ട് കരൾ, വൃക്ക, ആമാശയം എന്നിവയുടെ ശക്തി കൂടുന്നു. രക്തത്തിലെ ശ്വേതാണുക്കളുടെ എണ്ണം കൂടുന്നതിനാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, ദഹനക്കേട് എന്നിവ ഇത് കുറയ്ക്കുന്നു. വരം തരുന്ന ശുഭരാത്രിയാണ് മഹാശിവരാത്രി. സ്വയം ഭൂജാതനും മൃത്യുഞ്ജയനുമായ ശിവഭഗവാന്റെ വരദാനത്തിനായി ത്രിലോകങ്ങളും ഉറക്കം വിളിച്ച് കാത്തിരിക്കുന്ന ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന പുണ്യദിനമാണ് ശിവരാത്രി. സാധാരണ കുംഭമാസത്തിലാണ് ശിവരാത്രി വരുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ലഭിക്കുന്നതിനും ജനിമൃതികളിൽ നിന്ന് മുക്തരാകുന്നതിനും ശിവാനുഗ്രഹം നേടുന്നതിനും ശിവരാത്രി വ്രതം പ്രയോജനപ്പെടുന്നു. ത്രിമൂർത്തികളിൽ സംഹാരകാരകനാണ് ശിവഭഗവാൻ. ദേഹാന്ത്യത്തിൽ, അതായത് ശരീരത്തിൽ പ്രാണൻ വേർപെടുന്ന മരണമെന്ന അവസ്ഥയിൽ പ്രാണനെ അഥവാ ആത്മാവിനെ ഉചിതമായ സ്ഥാനത്ത് റീപ്ലാന്റ് ചെയ്യുന്ന വരേണ്യ ദൗത്യത്തിനെയാണ് സംഹാരം എന്ന് പറയുന്നത്. മരണശേഷം ആത്മാവ് കൃമി, കീട, മൃഗയോനികളിൽ ചെന്നുപെടാതെ പരമാത്മാവായ ശിവഭഗവാന്റെ ചൈതന്യത്തിലേക്ക് ലയിപ്പിച്ച് ഇനി ഒരു മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ആത്മാവിനെ എത്തിക്കുന്നു. മാത്രമല്ല മുൻജന്മത്തിലും പിന്നീടും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളെ സംഹരിച്ച് ആത്മാവിന് മുക്തി നൽകുകയെന്നതാണ് സംഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദശാവതാരങ്ങളിൽ മൂലപ്രകൃതമായ വിഷ്ണുദേവന് സുദർശന ചക്രം നൽകി അനുഗ്രഹിച്ചതും ശിവഭഗവാനാണ്. ചന്ദ്രൻ്റെ അമൃത കിരണങ്ങൾ കൊണ്ടാണ് ഭൂമിയിലെ സസ്യങ്ങൾക്ക് ഔഷധ ഗുണമുണ്ടാകുന്നത് എന്നതിനാൽ തന്നെ ചന്ദ്രശേഖരനായ മഹേശ്വരൻ്റെ കൃപ കൊണ്ടാണ് ജീവജാലങ്ങൾക്ക് ആരോഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പൂജിക്കാൻ പൂവ് തികയാതെ വന്നപ്പോൾ ശിവലിംഗ പൂജ മുടങ്ങുമെന്നോർത്ത് പൂവിന് പകരം സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് അർപ്പിക്കാൻ തുടങ്ങിയ വിഷ്ണുദേവന്റെ ഭക്തിയിൽ സന്തോഷിച്ച് ആ സാഹസത്തിൽ നിന്ന് വിഷ്ണു ഭഗവാനെ ശിവഭഗവാൻ തടഞ്ഞു. സുദർശനം എന്ന ചക്രം വിഷ്ണുദേവന് നൽകിക്കൊണ്ട് മഹാദേവൻ പറഞ്ഞു, ഭക്ത, നിന്നിൽ ഞാൻ സംപ്രീതനായി. പ്രപഞ്ചമുള്ള കാലത്തോളം എനിക്ക് തുല്യനായി നിന്നെയും ഈ ലോകം പൂജിക്കുന്നതാണ്. ഇതാണ് ശിവനും വിഷ്ണുവും ഒന്നു തന്നെ എന്ന സങ്കല്പത്തിന് ആധാരം. ഈ കഥ പത്മപുരാണം പാതാളകാന്ഡം 101 അധ്യായത്തിലുണ്ട്. മഹാവിഷ്ണുവിനെ എന്നു മാത്രമല്ല തന്നെ തൊഴുന്ന ചണ്ടാലൻ മുതൽ അന്തണൻ വരെ ആരും തനിക്ക് തുല്യരാണെന്നും എന്നെ കാണുന്നതിന് തുല്യമാണ് എൻ്റെ ഭക്തനെ കാണുന്നത് എന്നുമാണ് ശിവതത്വം. ഭക്തനെ ഒരിക്കലും കൈവിടുകയില്ല എന്നാണ് അംഗകലയായി ഖരമഹർഷിയെ മാനിൻ്റെ രൂപത്തിൽ വിരൽത്തുമ്പിൽ ധരിച്ചിരിക്കുന്ന ഏറ്റുമാനൂരപ്പൻ്റെ ചിത്രം സൂചിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും പ്രാണനുകളിലും പ്രാണൻ അഥവാ ജീവൻ എന്ന പേരിൽ ശിവചൈതന്യമുണ്ട്. ആ ശിവം നമ്മിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് നാം ശവമായി മാറുന്നത്. സ്വന്തം ശരീരത്തിൻ്റെ ഇടതുവശം ധർമ്മപത്നിക്കായി പകുത്തു നൽകിയ അർദ്ധനാരീശ്വരനാണ് ശിവഭഗവാൻ. സ്ത്രീ പീഡനത്തിൻ്റെയും സ്ത്രീ ഹത്യയുടെയും ആസുര പ്രവണത ഏറെയുള്ള ഈ കലിയുഗത്തിൽ ശിവശക്തി ഐക്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. പരസ്പര വൈരികളായ രാമൻ്റെയും രാവണൻ്റെയും ഇഷ്ടദൈവവും ശിവഭഗവാൻ തന്നെയാണ്. രാമനെപ്പോലെ തന്നെ രാവണനും മഹേശ്വരനെ മാത്രമേ ദൈവമായി വണങ്ങിയിട്ടുള്ളൂ. ലാസ്യ താണ്ഡവ ഭാവങ്ങളിൽ പ്രപഞ്ച സ്പന്ദനത്തിൻ്റെ ഉൾത്തുടിപ്പായി ആനന്ദ നടനം നടത്തുന്ന നടരാജനാണ് മഹാദേവൻ. ബ്രഹ്മദേവന്റെ അഹങ്കാരം ബ്രഹ്മപുത്രനായി ജനിച്ചതാണ് ദക്ഷൻ. ദക്ഷന്റെ മതത്തെ അടക്കിയ ദക്ഷമതാന്തകനായ വീരഭദ്രസ്വാമി ശിവഭഗവാന്റെ അത്യുഗ്ര സംഹാര ഭാവമാണ്. അഷ്ടദിക്പാലകരിൽ ഈശാനനായും
ക്ഷേത്ര പരിഹാരമൂർത്തികളിൽ സപ്തമാതാക്കളോടൊത്ത് വീരഭദ്രനായും ശിവഭഗവാൻ ലോകാനുഗ്രഹം അരുളുന്നു. ദുർമരണങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ആയുരാരോഗ്യം ലഭിക്കുന്നതിനും മൃത്യുഞ്ജയനായ ശിവഭഗവാന്റെ തിരുസന്നിധിയിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. ഭസ്മം 3 വരകളായി നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന ഭസ്മാംഗരാഗൻ ശ്മശാനവാസിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഏതൊരു ഭക്തനാണോ നിഷ്കാമ ഭക്തിയിൽ മഹേശ്വരനെ ഉപാസിക്കുന്നത്, ആ വ്യക്തി മരിച്ചാൽ ആ ചുടലയിൽ നിന്നുള്ള ഭസ്മം ശിവഭഗവാൻ എത്തി വാരി സ്വയം അണിയും എന്നും അങ്ങനെയായാൽ ആ ആത്മാവിന് പുനർജന്മമില്ല എന്നുള്ളതുമാണ് ശിവഭഗവാന്റെ ശ്മശാനവാസ തത്വത്തിൻ്റെ ഉൾപ്പൊരുൾ. സ്ഥിരമായി ഭസ്മം ധരിക്കുന്നവരുടെ ശിരസിലെ അപമൃത്യുരേഖ മാഞ്ഞു പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാ പൗർണമി നാളിലും ശിവഭഗവാനും പാർവതീദേവിയും കൈലാസത്തിലെ മാനസ സരോവര തീർത്ഥത്തിൽ ഭൂതഗണ സമേതനായി നീരാടാൻ ഇറങ്ങുന്നുവെന്ന് കൈലാസ തീർത്ഥാടകരുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. പാപപരിഹാരാർത്ഥം, ആഗ്രഹ സാഫല്യാർത്ഥം, ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഭക്തജനകോടികൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. സദാ ശിവചിന്തകളോടെ സാത്വികമായ നിഷ്ഠകളോടെ നമശിവായ പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ചുകൊണ്ടും ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ചുകൊണ്ടും ശിവരാത്രി വ്രതം മനസ്സിൽ ധാർമ്മിക അവബോധം വളർത്തുകയും വ്യക്തിജീവിതത്തിൽ ഈശ്വരോന്മുഖമായ വൈരാഗ്യബുദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. ശിവഭഗവാനോട് നമ്മൾക്ക് കൂടുതൽ അടുക്കണമെന്ന ചിന്ത ഇതിലൂടെ നമ്മൾക്ക് കൈവരുന്നു. മൃത്യുഞ്ജയനും വൈദീശ്വരനുമായ മഹാദേവന്റെ അനുഗ്രഹത്തിന് പ്രപഞ്ചം ഉറങ്ങാതിരുന്ന ശുഭരാത്രിയാണ് ശിവരാത്രി. സാധാരണ കുംഭമാസത്തിൽ വരുന്നതാണ് ശിവരാത്രി. ക്ഷേത്രങ്ങളും വിഗ്രഹ ആരാധനയും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മിന്നൽ, കൊടുങ്കാറ്റ് എന്നിവ പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളെയും ഈശ്വരനായി ആരാധിച്ചിരുന്ന കാലത്തും രുദ്രൻ എന്ന പേരിൽ ശിവസങ്കല്പം ഉണ്ടായിരുന്നു. ഭക്തരുടെ ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നവനെന്നും കോപം വരുമ്പോൾ കരയുന്നവൻ എന്നും രുദ്രശബ്ദത്തിന് അർത്ഥമുണ്ട്. പ്രപഞ്ചത്തിലെ ആദ്യ സൃഷ്ടിയായി സ്വയം ഭൂജാതനായി 5 മുഖങ്ങളായ സദ്യോജാതം, വാമദേവം, അഘോരം, ഈശാനനം, തത്പുരുഷം എന്നിവയോടെ സൃഷ്ടി, സ്ഥിതി, സംഹാര, സംരക്ഷണ, തിരോധാന കർമ്മങ്ങൾ ശിവഭഗവാൻ നടത്തുന്നു. വിഷ്ണു മാത്രമല്ല, അംശാവതാരങ്ങളായ നരസിംഹമൂർത്തിയും പരശുരാമനും ശ്രീരാമനും ശ്രീകൃഷ്ണനും പിന്നെ അർജുനനും ശിവഭക്തരായിരുന്നു. പാണിനിക്ക് സംസ്കൃതവും ഭരതമുനിക്ക് നാട്യശാസ്ത്രവും പതഞ്ജലിക്ക് അഷ്ടാംഗയോഗ വിദ്യയും അഗസ്ത്യർക്ക് സിദ്ധവൈദ്യവും ശിവൻ സമ്മാനിച്ചതാണ്. അഷ്ടദിക്പാലകരിൽ ഈശാനനായും ക്ഷേത്രാരിവാരമൂർത്തികളിൽ സപ്തമാതാക്കളോടൊത്ത് വീരഭദ്രനായും ശിവഭഗവാന് സ്ഥാനമുണ്ട്. ത്രിമൂർത്തികളിൽ മറ്റാർക്കും തന്നെ ഈ സ്ഥാനമില്ല. ഈ വിശേഷണങ്ങളെല്ലാം തന്നെ ശിവഭഗവാനെ വ്യത്യസ്തനാക്കുന്നു.